Hello friends, Technique Malayalam വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ASUS ROG സീരീസ് നമുക്കറിയാം റിപ്പബ്ലിക് ഓഫ് ഗെയിമേഴ്സ് എന്ന് പറയുന്നത് അതായത് ഗെയിമിംഗ് സെൻട്രിക് ആയ ഡിവൈസസ് ഇറക്കുന്ന ഒരു ബ്രാൻഡാണ് ASUS ROG എന്ന് പറയുന്നത്. അവിടെ ഒരുപാട് ലാപ്ടോപ്പ് ഉണ്ട്, നമുക്കറിയാം സ്മാർട്ട് ഫോൺ ഉണ്ട്. അവരൊരു പുതിയ പ്രൊഡക്റ്റാണ് ASUS ROG Ally. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു ഗെയിമിംഗ് കോൺസോളാണ്, അതായത് വിൻഡോസ് 11 ഉള്ള ഒരു ഗെയിമിംഗ് ഹാൻഡ് ഹെൽഡ് ഗെയിമിംഗ് കോൺസോളാണ്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഇതിൻ്റെ പ്രൈസ് എന്തൊക്കെയാണ്, പെർഫോമൻസ്, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുകയാണ്. അപ്പോൾ ASUS ROG Ally അതാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന പ്രൊഡക്റ്റ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ASUS ROG Ally എന്ന് പറഞ്ഞ എന്താ പറയുക ഒരു പ്രൊഡക്റ്റ് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ ASUS ROG Ally ഇതിൻ്റെ ആദ്യം നമ്മളിതിൻ്റെ ഇത് പരിചയപ്പെടുത്താം. അതിന് മുമ്പ് ഇതിനകത്ത് ബോക്സിനകത്ത് വരും, നമ്മൾ അൺബോക്സിംഗ് ഒന്നും ചെയ്യുന്നില്ല, കാരണം ബോക്സിനകത്ത് ഒരു ചാർജറും ഈ Ally മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു അൺബോക്സിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. എങ്കിലും ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നത്. ഇതുണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ സൈസ്. ആക്ച്വലി ഈ സൈസിലാണ് ഇത് വരുന്നത്. ഇതൊരു ഡിഫറെൻറ്റ് ഫോം ഫാക്ടർ എന്ന് പറയാം. വലിയൊരു സ്ക്രീനും ബാക്കി കൺട്രോൾസും ഒക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആസ്പെക്ട്സിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡിസൈൻ നോക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇവിടെ നമുക്ക് ഇതാണ് ഡിസൈന്. നല്ല ഒരു സ്റ്റൈലിഷ് ലുക്കിംഗ് പ്രൊഡക്റ്റാന്ന് പറയാം. അപ്പോൾ ഇവിടെ നമുക്കൊരു ഫുൾ ഡിസ്പ്ലേ ഉണ്ട്, ഫുൾ HD റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. 120 Hz റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. 500 nits പീക്ക് ബ്രൈറ്റ്നസ്സും 100% SRB വാല്യൂ ആണ് വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേയിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ആദ്യം തന്നെ ഇത് പരിചയപ്പെടുത്താം. ഇവിടെ നമുക്കൊരു ഡിസ്പ്ലേ കാണാം, രണ്ട് സൈഡിലും ജോയ്സ്റ്റിക്ക് ഉണ്ട്. അപ്പോൾ അതിനകത്ത് RGB ലൈറ്റിംഗ് ഉണ്ട്, ഈ രണ്ടിലും RGB ലൈറ്റിംഗ് ആണ് വരുന്നത്. അതിനൊപ്പം തന്നെ നമുക്ക് ഇത് RGB ലൈറ്റിംഗ് കസ്റ്റമൈസ് ചെയ്യാം. ഇവിടെ നമുക്ക് നാവിഗേഷൻ 4 സൈഡിലേക്ക് ബട്ടൺസ് ഉണ്ട്. പിന്നെ ഇവിടെ XYBA എന്ന് പറഞ്ഞാൽ 4 ബട്ടൺസ് ആണുള്ളത്. ഇത് നമുക്ക് കോൺഫിഗർ ചെയ്യാവുന്നതാണ്. ASUS ROG Crate എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ വഴി ഇത് കോൺഫിഗർ ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ അഡീഷണൽ ബട്ടൺസ് ഉണ്ട്. ഇത് ROG എന്താ പറയുക ആർമറി ക്രിയേറ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ആക്സസ് ചെയ്യാനും കൂടി ഉള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ഇവിടുന്ന് ആക്സസ് ചെയ്യാം. പിന്നെ ഇവിടെ നമുക്ക് സ്പീക്കേഴ്സ് വരുന്നുണ്ട്. പിന്നെ നല്ലൊരു ഇതുണ്ടല്ലോ, ഇവിടെ സൈഡിലേക്ക് നമുക്കൊരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടുള്ള കയ്യിൽ ഹാൻഡ് കംഫർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സൈഡിലൊരു കേർവ്ഡ് ഫിനിഷാണ്, ROG ബ്രാൻഡിങ് ആണ്. ഇവിടെ കുറച്ച് ലൈൻസും കാണാം. ഇവിടെ കണ്ടില്ലേ, വളരെ ക്ലീൻ എന്താ പറയുക ഡിസൈനാണ്. ഇവിടെയൊക്കെ ROG ബ്രാൻഡിങ് കാണാം. പിന്നെ ഇവിടെ നമുക്ക് ട്രിഗേഴ്സാണ് വരുന്നത്, 2 ട്രിഗേഴ്സ് ഉണ്ട്, ടോപ്പ് ആൻഡ് ബോട്ടം കണ്ടില്ലേ, 2 ട്രിഗേഴ്സാണ് വരുന്നത്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് 2 ട്രിഗേഴ്സാണ് വരുന്നത്. അതിനൊപ്പം തന്നെ നമുക്ക് ഇവിടെ ഒരു USB 3.5mm ഓഡിയോ ജാക്ക്, പിന്നെ SD കാർഡ് എക്സ്പാൻഡ് ചെയ്യാം. പിന്നെ ഇത് ഹീറ്റ് വെൻസ് ആണ്. ഇവിടെ നമുക്ക് കിട്ടുന്നത് ഒരു USB Type-C പോർട്ടാണ്, പിന്നെ ഒരു പ്രൊപ്രൈറ്ററി പോർട്ടാണ്. ഈ പ്രൊപ്രൈറ്ററി പോർട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് മൊബൈൽ GPU ഉണ്ട്, അതായത് ഈ GPU എന്ന് പറയുന്നത് ASUS ഈ GPU ഉള്ള ഈവൻ ലാപ്ടോപ്സിലും ഈ GPU ഉണ്ടായിട്ടുണ്ട്. ഞാൻ എൻ്റെ ഓർമ്മയിൽ ശരിയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ വർഷം എന്തോ ഒരു GPU ഉള്ള എന്താ പറയുക ഫ്ലോ സീരീസ് ലാപ്ടോപ്പ് റിവ്യൂ ചെയ്തായിരുന്നു. അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ എക്സ്റ്റേണൽ GPU ഘടിപ്പിക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രൊപ്രൈറ്ററി പോർട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ലാപ്ടോപ്സിലും ഉണ്ട്. ഇതിനകത്ത് വരുന്ന പ്രോസസ്സറിനെ ഗ്രാഫിക്സ് GPU CPU കൂടാണ്ട് തന്നെ നമുക്ക് അഡീഷണൽ GPU ഇതിനകത്ത് കൊടുക്കാം. അതിൻ്റെ പവർ വീണ്ടും കൂട്ടാവുന്ന, അതായത് ഗ്രാഫിക് പെർഫോമൻസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ പോർട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് പ്രൊപ്രൈറ്ററി പോർട്ട്. പിന്നെ വോളിയം കീസാണ് അപ്പ് ആൻഡ് ഡൗൺ, പിന്നെ LED ഇൻഡിക്കേറ്റേഴ്സ്. ഇവർ പവർ ബട്ടണാണ്. ഈ പവർ ബട്ടൺ തന്നെ ഫിംഗർ പ്രിൻറ്റ് സ്കാനറും കൂടിയാണ്. പിന്നെ നമുക്ക് റൈറ്റിലെ ടോപ്പ് ആൻഡ് ബോട്ടം ട്രിഗേഴ്സാണ്. പിന്നെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ ബാക്കിൽ നമുക്ക് ഇവിടെ നിന്ന് 2 ട്രിഗേഴ്സ് ഉണ്ട്, 2 ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കോൺഫിഗർ ചെയ്യാവുന്നതാണ്. പിന്നെ ASUS ROG ലോഗോ. പിന്നെ ഇത് ഹീറ്റ് ഡെസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എയർ എടുക്കാനുള്ളതാണ്. പിന്നെ റിപ്പബ്ലിക് ഓഫ് ഗെയിമേഴ്സ് എന്നുള്ള ഒരു ഇതും കാണാം. അപ്പോൾ നല്ലൊരു മെറ്റീരിയൽ ഫിനിഷ് ആണ്, അതിൽ ഒരു സംശയമില്ല, അടിപൊളി ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഒരു സ്റ്റൈലിഷ് ലുക്കിംഗ് ആണ്. പിന്നെ ഇതിൻ്റെ വെയിറ്റ് പറയുക 608 ഗ്രാമാണ്, അതായത് സ്ലൈറ്റ്ലി അബവ് 1/2 kg എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ കയ്യിൽ അത്ര ഒരു വെയിറ്റ് ഒന്നും തോന്നത്തില്ല കേട്ടോ. നമ്മളിപ്പോൾ ഞാൻ കുറച്ച് നേരം യൂസ് ചെയ്തിട്ട് എനിക്ക് വലിയൊരു ഹീറ്റൊന്നും തോന്നിയില്ല. പക്ഷേ ഇത് വളരെ സ്മോൾ, അല്ലെങ്കിൽ സ്മാർട്ട് ഫോണിൻ്റെ സൈസാണെന്ന് പറയാം, ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ പറ്റില്ല. കാരണം സ്മാർട്ട് ഫോണിനേക്കാളും വലിയ സൈസ് ഉണ്ട്. നമുക്കൊരു ആവറേജ് സ്മാർട്ട് ഫോൺ കണ്ടില്ലേ, ഇതാണ് നമുക്ക് വരുന്ന സ്മാർട്ട് ഫോണിൻ്റെ സൈസ്. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഡെഫിനറ്റ്ലി പോക്കറ്റിലൊന്നും ഇട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നമുക്ക് എന്താണെങ്കിലും ഒരു ക്യാരിയിങ് കേസോ അല്ലെങ്കിൽ ഒരു ബാഗ് ഡെഫിനറ്റ്ലി വേണ്ടി വരും. അപ്പോൾ ലാപ്ടോപ്പും ഇതും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ലാപ്ടോപ്പ് ആണെങ്കിൽ നമുക്ക് ഫുൾ ഫ്ലെഡ്ജ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഇനി ഇതിൻ്റെ
ഗെയിമിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പല ടൈപ്പ് ഗെയിമേഴ്സ് ഉണ്ട്. ചിലർ സ്മാർട്ട് ഫോണിൽ ഗെയിം ചെയ്യുന്നവരുണ്ട്, ചിലർ എക്സ്ബോക്സിൽ ചെയ്യുന്നവരുണ്ട്, PS5 ഉണ്ട്, പിന്നെ അതേപോലെ PC ഗെയിമേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഗെയിമേഴ്സ് ഉണ്ട്. ഹാൻഡ് ഹെൽഡ് ഡിവൈസസിൽ ഗെയിം ചെയ്യുന്ന പല ടൈപ്പ് ആൾക്കാരുണ്ട്. അപ്പോൾ ഇതൊരു പുതിയ ഫോം ഫാക്ടറാണ്, ഹാൻഡ് ഹെൽഡ് കോൺസോൾ ഗെയിമിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ ഫോം ഫാക്ടറാണ്. അപ്പോൾ ഇതിൻ്റെ ഡിസൈനും അതേ പോർട്സാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇതിൻ്റെ പ്രോസസ്സറും ഡീറ്റെയിൽസിലേക്ക് വരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ പ്രോസസ്സർ പറയാം. ഇതിനകത്ത് വരുന്ന AMDൻ്റെ Z1 Extreme എന്ന് പറഞ്ഞ പ്രോസസ്സറാണ്. Z1 Extreme 4 നാനോമീറ്റർ പ്രോസസ്സറാണ്. Zen 4 ആർക്കിടെക്ചറാണ്, 8 കോറാണ്, അതേപോലെ 16 ത്രെഡ്സ് ആണ് വരുന്നത്. ക്ലോക്ക് സ്പീഡ് അപ് ടു 5.1 GHz ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ GPUവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനകത്ത് ഇൻ്റഗ്രേറ്റഡ് AMD Radeon RDNA 3 ഗ്രാഫിക്സ് കാർഡാണ്. 4GB വെർച്വൽ റാം ആണ് വരുന്നത്. പിന്നെ GPU ക്ലോക്ക് സ്പീഡ് അറൗണ്ട് 2.7 GHz ആണ് വരുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ബേസിക് CPU GPUവിൻ്റെ കാര്യം പറയുന്നത്. പിന്നെ 16 gigs ഓഫ് LPDDR5 റാം ആണ്. 6400 MHz ആണ്. ഡ്യുവൽ ചാനലാണ്. 8GB × 2 ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള എനിക്ക് ഡീറ്റെയിൽസ് അറിയില്ല, അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഡ്യുവൽ ചാനൽ LPDDR5 റാം ആണ്. പിന്നെ 512GB M2 അതായത് NVMe M2 സ്റ്റോറേജ് ആണ് വരുന്നത്. പിന്നെ UHS 2 SD കാർഡ് സ്ലോട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ഹാർഡ്വെയർ ആസ്പെക്റ്റ് പറയുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ROGൻ്റെ പോർട്ട് എന്ന് പറഞ്ഞാൽ XG മൊബൈൽ എന്നാണ് അതിൻ്റെ പോർട്ടിൻ്റെ പേര്. അപ്പോൾ പിന്നെ സ്പീക്കർ യൂണിറ്റ് 2x1 വാട്ട് സ്പീക്കേഴ്സാണ്. ഡോൾബി അറ്റ്മോസും ഹൈറസ് ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്ന 2 സ്പീക്കേഴ്സാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഇനി എന്താ പറയുക, ബാക്കിയുള്ള കാര്യം പറയുക Wi-Fi 6E സപ്പോർട്ടാണ്, Bluetooth 5.2 സപ്പോർട്ടാണ് വരുന്നത്. ഇനി നമുക്കിതിൻ്റെ ഇൻ്റർഫേസ് നോക്കാം. അപ്പോൾ നമുക്ക് ബൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു വിൻഡോസ് മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യണ അതേ എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇത്രയും ചെറിയ ഫോം ഫാക്ടറിൽ എങ്ങനെ വിൻഡോസ് സെറ്റപ്പ് ചെയ്യുന്നത് വെച്ചാൽ അത് നമുക്ക് ടച്ച് സ്ക്രീനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതൊരു വിൻഡോസ് ഇൻ്റർഫേസാണ്. നമ്മളിപ്പോൾ വിൻഡോസ് സെറ്റപ്പ് ചെയ്യണ പോലെ തന്നെയാണ് ഇതിൻ്റെ ഇൻ്റർഫേസ് വരുന്നത്. അപ്പോൾ നമ്മൾ മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് കൊടുക്കുക, ബാക്കിയുള്ള എന്താ പറയുക ലൈസൻസ് അതൊക്കെ ആക്സെപ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്ക് ബൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആണ്. ഒരു ടച്ച് കൺട്രോൾ ഉണ്ട്. ഇത് പ്രോപ്പർ വിൻഡോസ് മെഷീനായിട്ട് നമുക്ക് യൂസും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇൻ കേസ് നമുക്ക് ലാപ്ടോപ്പിന് പകരമായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ ചോദിച്ചാൽ അതത്ര പറ്റില്ല. മേ ബി ഒരു എക്സ്റ്റേണൽ കീബോർഡ് നമുക്ക് അറ്റാച്ച് ചെയ്യാം. USB Type-C പോർട്ട് വഴി നമുക്ക് എക്സ്റ്റേണൽ കീബോർഡ് അറ്റാച്ച് ചെയ്യാം. പക്ഷേ ആസ് ഓഫ് നൗ നിങ്ങൾക്ക് കാണാം ഇതൊരു വിൻഡോസ് മെഷീൻ്റെ അതേപോലെ തന്നെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും കണ്ടില്ലേ, എല്ലാ കാര്യങ്ങളും വിൻഡോസ് മെഷീനെ പോലെ തന്നെ വരുന്നത്. ഇവൻ സെറ്റിംഗ്സ് പാനൽ എടുത്താൽ പോലും കണ്ടില്ലേ വിൻഡോസിൻ്റെ അതേ ഓപ്ഷൻ തന്നെ ഇവിടെ നമ്മൾ സെറ്റിംഗ്സ് പാനൽ എടുത്താലും കണ്ടില്ലേ ടാബ്ലെറ്റ് എന്നാണ് ഇതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്. വിൻഡോസ് 11 ആണ്, 16GB ഓഫ് റാം, AMD Ryzen Z1 Extreme ആണ് വരുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണാം. അപ്പോൾ ഇതാണ് മെയിൻ UI എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് പ്രോപ്പർ വിൻഡോസ് മെഷീനായിട്ട് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ കൺട്രോൾ പാനൽ ഉണ്ട്. ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു മൗസ് ഉണ്ടാവും, സ്ക്രീനിലൊരു മൗസ് മൂവ്മെൻറ്റ് ഉണ്ടോ. അതേപോലെ നമുക്ക് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഈ ട്രിഗർ യൂസ് ചെയ്യുക, അതൊക്കെ കോൺഫിഗർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതല്ല ഇതിൻ്റെ ആക്ച്വൽ പർപ്പസ് എങ്കിലും ഞാൻ പറഞ്ഞു മാത്രം അങ്ങനത്തെ ഒരു കോൺഫിഗറേഷനും കൂടി ഇതിനകത്ത് പോസിബിൾ ആണെന്നുള്ളതാണ്. ഇനി പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നല്ലൊരു കിഡിലൻ പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അതിലൊരു കോംപ്രമൈസും ഇല്ല എന്ന് വേണ്ടി പറയാം. നല്ലൊരു സോളിഡ് എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകിച്ച് ഗെയിമൊക്കെ കളിക്കുമ്പോൾ ഞാൻ ആക്ച്വലി സത്യം പറയുക ഞാൻ ഒരു ഗെയിമർ അല്ല കേട്ടോ. അപ്പോൾ അത് കാരണം എൻ്റെ ഗെയിമിംഗ് എബിലിറ്റീസ് അത്ര നല്ലതല്ല. അതുകൊണ്ട് ഞാൻ ഫുൾ ഫ്ലജ് ഗെയിമിംഗ് ഒന്നും ഒരു എക്സ്ട്രീം AAA ഗെയിംസ് ഒന്നും ഞാൻ കളിച്ചിട്ടില്ല. അപ്പോൾ ബേസിക് ആയ കുറച്ച് ഗെയിംസ് മാത്രമേ ഞാൻ കളിച്ചുള്ളൂ. അതിൽ എനിക്ക് കളിച്ച ഗെയിംസിലൊക്കെ 90 FPS വരെ കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ അത് വേരി ചെയ്യുന്നുണ്ട്. പക്ഷെ നല്ല സ്മൂത്ത് ഗ്രാഫിക് റിച്ച് ഗെയിംസ് ഒക്കെ കളിക്കാൻ നല്ല ഒരു ഇതാണ്, എന്താ പറയുക, നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ്. ലാഗോ അങ്ങനത്തെ സ്റ്റട്ടേഴ്സ് ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്യില്ല. വളരെ സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഹെവി ഗ്രാഫിക് റിച്ച് ഗെയിംസ് കളിക്കുകയാണെങ്കിൽ പോലും നല്ലൊരു ഒപ്റ്റിമൈസ്ഡ് ചിപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഗെയിമിങ്ങിന് വേണ്ടി അനുയോജ്യമായ, പ്രത്യേകിച്ച് നമുക്കറിയാം ROG എന്ന് പറയുന്നത് ഗെയിമിങ്ങിന് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു സീരീസാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഗെയിമിംഗ് ഒപ്റ്റിമൈസേഷൻ നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കും. ഞാൻ എക്സ്റ്റേണൽ GPU ഒന്നും ഘടിപ്പിച്ചിട്ടില്ല കേട്ടോ, അത് നമ്മുടെ റിവ്യൂവിന് വന്നപ്പോൾ തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ റെഗുലർ യൂസേജിൽ തന്നെയാണ് ഞാനിത് കളിച്ചത്. അപ്പോൾ നല്ലൊരു പെർഫോമൻസ് ആണ് എനിക്ക് തോന്നിയത്. പിന്നെ ഹീറ്റിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഡെഫിനറ്റ്ലി കുറച്ച് ഹീറ്റ് ഡെസിപ്പേറ്റഡ് ആവും. നമുക്ക് അറിയാലോ കണ്ടില്ല. ഇപ്പോൾ റെഗുലർ യൂസ് തന്നെ ഇവിടെ നമുക്ക് ഈ വെൻറ്റിനകത്ത് കൈ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഹീറ്റ് ഡെസിപ്പേറ്റ് ചെയ്യണം. അപ്പോൾ ഓവർ ഹീറ്റിംഗ് എന്ന് വെച്ചാൽ ഓവർ ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. പക്ഷേ ഹീറ്റ് ഡെഫിനറ്റ്ലി ഡെസിപ്പേറ്റഡ് ആവുന്നുണ്ട്. അത് ഒബ്വിയസ്ലി നമ്മൾ ഒരുപാട് ഗെയിം കളിക്കുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്കത് ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുക നല്ല സൗണ്ട് ഔട്ട്പുട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു സ്റ്റീരിയോ ഔട്ട്പുട്ട് ഡെഫിനറ്റ്ലി നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ആർമറി ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ കണ്ടേ സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും നമുക്ക് കോൺഫിഗർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് മോഡ്, അതായത് ഏത് മോഡിൽ കളിക്കണം, വിൻഡോസിൻ്റെ ആണെങ്കിൽ വിൻഡോസ് മോഡ്, സൈലൻറ്റ് മോഡ്, പെർഫോമൻസ് മോഡ്, ടർബോ മോഡ് മാനുവലി കോൺഫിഗർ ചെയ്യുക. പിന്നെ സിസ്റ്റം സ്റ്റാറ്റ്സ് ഉണ്ടല്ലേ, എത്ര യൂസേജ് എന്നൊക്കെ കാണാം. പിന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. GPU സെറ്റിങ്സ്,
പിന്നെ നമുക്ക് ഇവിടെ ബാക്കിൽ പോയി കഴിഞ്ഞാൽ നമുക്കിത് കോൺഫിഗർ ചെയ്യാം. കണ്ടില്ലേ, കൺട്രോൾസ് കോൺഫിഗർ ഏത് മോഡും, ഗെയിം പാഡ് മോഡ്. അപ്പോൾ ഗെയിം പാഡ് മോഡ് എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് ഐഡിയൽ ഫോർ മോസ്റ്റ് ഗെയിംസ് വിത്ത് ബിൽഡ് ഇൻ ഗെയിം പാഡ് സപ്പോർട്ട് ആൻഡ് ഫസ്റ്റ് ഓർ തേർഡ് പേഴ്സൺ ക്യാമറ. ഇത് ഐഡിയൽ ഫോർ നോൺ ഗെയിമിംഗ് സെനാരിയോ സജസ്റ്റ് വെബ് ബ്രൗസിംഗ് ആൻഡ് അതർ ജനറൽ ആപ്ലിക്കേഷൻ. അപ്പോൾ ഏത് വേണമെന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. അതായത് ഗെയിം മോഡ് വേണമെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡെസ്ക്ടോപ്പ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും കോൺഫിഗർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കോൺഫിഗർ ചെയ്ത ഓപ്ഷൻസ് കണ്ടില്ല, ഇതുണ്ടല്ലേ കീ മാപ്പിംഗ്. ഇത്രയും ബട്ടൺസ് നമുക്ക് കോൺഫിഗർ ചെയ്യാം. ലെഫ്റ്റ് ട്രിഗർ, റൈറ്റ് ട്രിഗർ, ലെഫ്റ്റ് സ്റ്റിക്ക്, എന്താ പറയുക ലെഫ്റ്റ് സ്റ്റിക്ക് ക്ലിക്ക്, ഡയറക്ഷൻ പാഡ്, ഇതുണ്ടല്ലേ ഇതെല്ലാം കോൺഫിഗർ ചെയ്യാം. അതേപോലെ ഈ ABXY ഇത് 4 ബട്ടൺസ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഗെയിമിൻ്റെ ഇടയിൽ സ്ക്രീൻഷോട്ട് എടുക്കാനോ അങ്ങനത്തെ അഡീഷണൽ ഓപ്ഷൻസ് നമുക്ക് ഇത് കോൺഫിഗർ ചെയ്യാം. എല്ലാം ആക്ച്വലി കോൺഫിഗറബിൾ ആണ്. ഈ 2 ബട്ടൺ, ജോയ്സ്റ്റിക്ക്, അതേപോലെ ബാക്കിലെ ബട്ടൺ എല്ലാം തന്നെ നമുക്ക് എന്താ പറയുക ഇതുണ്ടല്ലേ റിയർ ബമ്പർ അങ്ങനെ അൺഅസൈൻഡ്, റിയർ സ്റ്റിക്ക് ക്ലിക്ക്, അങ്ങനെ എല്ലാം തന്നെ നമുക്ക്, അതേപോലെ ലെഫ്റ്റ് ക്ലിക്ക്, റൈറ്റ് ക്ലിക്ക്, ട്രിഗർ, വൈബ്രേഷൻ, ഇതെല്ലാം വൈബ്രേഷൻ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ ഗെയിം കളിക്കുമ്പോൾ ഒരു ഫയറിങ് ഗെയിം ആണെങ്കിൽ എന്നെ ഒരാൾ ഫയർ ചെയ്യുമ്പോൾ ആ ഒരു ഫീഡ്ബാക്ക് എനിക്ക് കിട്ടും. അതായത് എൻ്റെ ബോഡിയിൽ ആ ഒരു ഫയറിങ്ങിൻ്റെ ഫീഡ്ബാക്ക് ഉണ്ടല്ലോ, അതൊക്കെ ഈ വൈബ്രേഷനിൽ കിട്ടും. അപ്പോൾ അത്രയും നല്ലൊരു എന്താ പറയുക ഒരു ഫൈൻ ട്യൂണിങ് നടത്തിയിട്ടുണ്ട് നമുക്ക് ഡെഫിനറ്റ്ലി പറയാം ASUS. അപ്പോൾ ഇത് ROG Create എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിലൂടെ നമുക്കെല്ലാം കോൺഫിഗർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ഈ ROG Allyൻ്റെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്താ പറയുക കൂടുതൽ ബെഞ്ച് മാർക്ക് സ്കോർ ഇതിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. ഇതൊക്കെയാണ് ബെഞ്ച് മാർക്ക് സ്കോർ ASUS ROG Allyൻ്റെ. ഇനി ഡിസ്പ്ലേ ആക്ച്വലി വളരെ വൈബ്രൻ്റ് ആട്ടോ, നല്ലൊരു ഡിസ്പ്ലേ ആണ്. ടച്ച് റെസ്പോൺസും കുഴപ്പമില്ല, നല്ല 500 നിറ്റ്സ് ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്. അതേപോലെ ഗോറില്ല ഗ്ലാസ് വിക്ടർ സപ്പോർട്ട് ഉണ്ട്. പിന്നെ ഗോറില്ല ഗ്ലാസ് DXC എന്ന് പറഞ്ഞൊരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ അതെന്ന് വെച്ചാൽ ഈ ടച്ച് സ്ക്രീനും അത് ഈ ഡിസ്പ്ലേൻ്റെ വൈബ്രൻസി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള, അതേപോലെ 10 പോയിൻറ്റ് ടച്ച് സ്ക്രീനാണ് വരുന്നത്, ഫ്രീസിങ് സപ്പോർട്ടും ഉണ്ട്. പിന്നെ 100% sRGB വാല്യൂസാണ് വരുന്നത്. അപ്പോൾ അത്രയും നല്ലൊരു കിടിലം ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആണ്. പിന്നെ സൗണ്ട് ക്വാളിറ്റി നല്ലതാണ്. ഈ 2 സ്പീക്കേഴ്സിന് വരുന്ന സൗണ്ടും നല്ലതാണ്, അത്യാവശ്യം നല്ല ലൗഡായിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. അപ്പോൾ നല്ലൊരു സൗണ്ട് ക്വാളിറ്റി ഡെഫിനറ്റ്ലി നമുക്ക് ഇന്ന് എക്സ്പെക്റ്റും ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് ഒരു 40 watt-hour ബാറ്ററിയാണ് ഇതിനകത്ത് ഇൻബിൽട്ട് ആയിട്ട് വരുന്നത്. 65 watt PD ചാർജിങ്ങും വരുന്നുണ്ട്. അപ്പോൾ 65 watt PD ചാർജിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല ഫാസ്റ്റായി ചാർജ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ബാറ്ററി ലൈഫ് എനിക്ക് അത്രയ്ക്കും ഒരു ഇതായിട്ട് തോന്നിയില്ല. കാരണം ഹെവി ഗെയിംസൊക്കെ ഞാനിപ്പോൾ ഒരു അത്രയ്ക്ക് ഹെവി ഗെയിംസ് ഒന്നും തന്നെ കളിച്ചില്ല, ഒരു മീഡിയം ലെവൽ ഗെയിംസ് മാത്രമേ കളിച്ചുള്ളൂ. എന്നിട്ട് തന്നെ ബാറ്ററി എനിക്ക് തോന്നുന്നു 1.5 മണിക്കൂർ 2 മണിക്കൂർ താഴെ നിന്നുള്ളൂ, അതിനപ്പുറമൊന്നും പോയില്ല. അപ്പോൾ ഹെവി ഗെയിംസ് കളിക്കുമ്പോൾ പ്രോബ്ലി ഒരു 1-1.5 മണിക്കൂറൊക്കെ ലാസ്റ്റ് ചെയ്യുള്ളൂ. അതൊരു ഡൗൺ സൈഡായിട്ട് എനിക്ക് തോന്നി. കാരണം നമുക്ക് അല്ലെങ്കിൽ കണക്ട് ചെയ്ത് കളിക്കാം, പവറിൽ കണക്ട് ചെയ്ത് കളിക്കാം, ഒബിയസ്ലി അത് ചെയ്യാവുന്നതാണ്. പക്ഷേ നമ്മളൊരു പുറത്തൊക്കെ പോകുമ്പോൾ ഒരു ഹാൻഡ് ഹെൽഡ് ഗെയിമിംഗ് ഡിവൈസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ കളിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് ബാറ്ററി തീരുന്നുള്ളതാണ്. അതൊരു പ്രോബ്ലമാണ് എനിക്ക് തോന്നുന്നു. ഒരു 1.5 മണിക്കൂറൊക്കെ ഹെവി ഗെയിംസിൽ കിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഒരു ധാരണ. ഞാൻ കളിച്ചിട്ട് എനിക്ക് ഒരു 2 മണിക്കൂറിന് താഴെയാണ് മൊത്തം ബാറ്ററി ലൈഫ് കിട്ടിയത്. അപ്പോൾ അതൊരു പ്രോബ്ലി ആവറേജ് ബാറ്ററി ലൈഫ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതായിരുന്നു ASUS ROG Allyൻ്റെ ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ്. ഇത് റിവ്യൂ ഒന്നും അല്ല കേട്ടോ, ജസ്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ 69,990 രൂപയാണ്. അപ്പോൾ നല്ലൊരു പവർഫുൾ മെഷീനാണെന്ന് നമുക്ക് ഡെഫിനറ്റ്ലി പറയാം. കാരണം അതിൻ്റെ പ്രോസസ്സർ ആണെങ്കിലും GPU ആണെങ്കിലും എല്ലാം തന്നെ നല്ല പവർഫുള്ളാണ്. പക്ഷേ ഇത് വാങ്ങണോ അതോ ലാപ്ടോപ്പ് എടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോബ്ലി എല്ലാവരും പറയും ലാപ്ടോപ്പ് എടുക്കാനേ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇതിൽ വിൻഡോസിൻ്റെ അത്രയും ഉണ്ടെങ്കിൽ പക്ഷേ ബാറ്ററി ലൈഫ് അത്രയ്ക്ക് എനിക്ക് തോന്നിയില്ല, നല്ലതല്ലാന്ന് തോന്നില്ല. കാരണം ഒരു 70,000 രൂപയ്ക്ക് നമുക്ക് അത്യാവശ്യം നല്ല ഗെയിമിംഗ് സീരീസ് ലാപ്ടോപ്സും കിട്ടും. ഇത് ലാപ്ടോപ്പിൻ്റെ അത്ര ലാപ്ടോപ്പ് ഇതിന് അത്ര കോമ്പാക്റ്റ് അല്ലെങ്കിലും എന്നാൽ പോലും നമുക്ക് ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ പോക്കറ്റിലിട്ടൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഒബ്വിയസ്ലി ഇതൊരു ബാഗിലിട്ട് തന്നെ പറ്റുള്ളൂ. അപ്പം ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. ബാക്കി എനിക്ക് തോന്നുന്നു കുഴപ്പമില്ല, നല്ലൊരു പെർഫോമൻസ് ആണ്. പക്ഷേ 69,990 രൂപയ്ക്ക് ഇത് ഗെയിമിങ്ങിന് അനുയോജ്യമാണെന്ന് വെച്ചാൽ അത്രയും ഹാർഡ് കോർ ഗെയിമേഴ്സിന് പ്രോബ്ലി ഇതൊരു ഹെൽപ്ഫുൾ ആയൊരു പുതിയ ഹാൻഡ് ഹെൽഡ് ഡിവൈസ് ആയിട്ട് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ഇതിനകത്ത് ഫുൾ ഫ്ലെജ് വിൻഡോസ് ഉണ്ട് എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട്. അപ്പോൾ ASUS ROG Allyൻ്റെ ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ആണ് നമ്മളിപ്പോൾ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ आवर നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.